ഹലോ ഫ്രണ്ട്സ്, ഇവിടെ അടുത്തൊരു മലയുണ്ട്. നെയ്യാറ്റിങ്ങിലുള്ളവർക്ക് അറിയായിരിക്കും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയല്ല, ചുമ്മാ ഒരു രസം. പോയിട്ട് വരാം. പോയല്ല ഗൈസ്, ഇപ്പൊ റെഡി ആയിട്ട് വരാം. ഗൈസ് റെഡിയായി. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളം. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, എല്ലാം റെഡിയാക്കി. പക്ഷേ എൻ്റെ ലാഭപ്പാട് 20 രൂപയേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. അമ്മാമ്മ വന്ന് അമ്മാമ്മ ഇരുന്നൊരു 100 രൂപ വാങ്ങിയിട്ട്. അപ്പോൾ ഗൈസ് അമ്മാമ്മ വന്നു, 100 കിട്ടി. പോയിട്ട് വരാം. ഇനി അടുത്ത പ്രശ്നം പെട്രോള് ഇല്ല ഗൈസ്. യാതൊരു പോകാൻ നോക്കാം. ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൊടി തൂക്കി മല ഇതുവഴിയാണ് പോവാനുള്ളത്. ഇവിടെ അടുത്തവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കയറാൻ, നമുക്ക് അത് തപ്പാം. ഓക്കെ. ഹലോ ഗൈസ്, വരുന്ന വഴിക്ക് വേറൊരു സംഭവം കണ്ട് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ഇരുന്ന് നമുക്കിനി മുകളിലോട്ട് പോവാം. നമുക്ക് സ്റ്റെപ്പ് പോയി കയറി മലയിലോട്ട് കയറാം. സ്റ്റെപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മുന്നേ എത്രയാണ് അയ്യ. അങ്ങനെ സ്റ്റെപ്പ് എത്തി ഗൈസ്. സംഭവം താഴെ വെച്ച് അവിടെ വെച്ചൊരു അമ്മച്ചി ഈ നാരങ്ങയൊക്കെ കവറിൽ വിൽക്കത്തില്ലേ, നാരങ്ങ മാങ്ങ ഉപ്പിലിട്ട് അങ്ങനെയൊക്കെ. അപ്പം അവരെന്തെങ്കിലും ഉണ്ടാന്ന് ചോദിച്ച്. എൻ്റെ കയ്യിൽ എവിടെ നിന്ന് കൊടുക്കാൻ പൈസയും ഇല്ല. പക്ഷേ എനിക്കാണെങ്കിൽ എന്തോ പോലെ ആയിപ്പോയി. ഒരു കഷ്ടപ്പെട്ട് ഇത്രയും വെയിലത്ത് അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കൊടുക്കാൻ പൈസയും ഇല്ല. അവർ ചോദിച്ചു ഫോണിലെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചു. എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണിൽ റീചാർജ് ചെയ്യില്ല. അതാണെങ്കിൽ ഇന്നലെ തീർന്നു. അവസ്ഥ ഗേസ്, അവസ്ഥ. എന്തായാലും പടിയിൽ കയറാം. യോ മേൻ, ഊഫ്. ഇനി കുറച്ച് നേരം പടിയില്ല ഗൈസ്. ദൂ കാണുന്നു പടി. വീണ്ടും നടക്കാം. കാണുന്നൊരു വിചാരിക്കുന്നുണ്ടല്ലേ എനിക്കെന്താ വട്ടാണോന്ന്. വട്ടാണ് ഗൈസ്. സംഭവം ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. 1 മണിക്ക് നട്ടുച്ച വെയിലത്ത് പടി കയറി മല കയറുന്നു. വട്ടെന്നല്ലേ പറയണ്ടേ. 1 മണിയായിട്ടും ഇവിടെ പോലെ ഗൈസ്. ഇവിടെ തണലുണ്ട്, നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയെന്നുള്ള ഫീലില്ല. നേരത്തെ കാണിച്ച് ആറിൻ്റെ സൗണ്ട് ഇപ്പോൾ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നു. ഫീൽ ഗൈസ്. ഗൈസ് ഒരു പട്ടി കിടപ്പുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ പേടിയുണ്ട്. പേടിക്കാതെ പോ ഗൈസ്. അയ്യോ തളർന്ന്. ഇത് നടന്ന് തളർന്ന് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പടം. താഴത്തെ ഇരിപ്പടത്ത് 2 ലവ് ബേർഡ്സ് ഉരുക്കാർന്നിട്ടിருக்கு. സംഭവം കാണിച്ചാൽ ആർട്ടിസ്റ്റിനെ സമ്മതിച്ചാൽ പറ്റും ഗൈസ്. കിട്ടുന്നുണ്ട്. ആരും പേരൊന്നും എഴുതിയിട്ടില്ല. കൊള്ളാം.
ഇനി മുകളിലോട്ട് പോകാം. ഈ നട്ടുച്ചയ്ക്ക് ഇമ്മാതി ഞാൻ താരം കാണിക്കണം. നമ്മൾ ഓടി നോക്കാം. എത്തി ഫ്രണ്ട്സ്, ഞാൻ ലാസ്റ്റ് പടി എന്താ ക്ഷേത്ര വീട്ടിൽ എന്താ പുതിയ കെട്ടിടം തോന്നുന്നു. അവിടെ പറ്റിയുണ്ട് വാങ്ങിച്ചിട്ട എനിക്ക് പണ്ടോട്ട് പട്ടി ഭയങ്കര പേടിയ കൊച്ചു പറ്റിയാലും പരി പറ്റിയാലും ഞാൻ ഓടും. അവസാനത്തി അവിടെ നോക്കട്ടെ ആരും ഗൈസ് ഞാനമ്പലം ഗൈസ് വെട്ടിലും പോയിട്ടുണ്ടെന്ന് നോക്കാം. ഇടമുണ്ട്. എൻ്റെ പൊന്നെന്തോ ഇത് ഗ്യാസ് എന്തോന്നിത്. മോനെ തിരുവനന്തപുരം മൊത്തം കാണാൻ തോന്നുന്നു. നിങ്ങൾക്കിതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞൂടാ. ഉമ്മു എൻ്റെ മോനെ എന്തിരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ചെറിയ തരയിന്ന് തോന്നുന്നത്. അവിടെ രണ്ടുപേരും ധ്യാനം ഇരിക്കുന്നുണ്ട്. ഞങ്ങോട്ടാണ് ഞാൻ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള അവിടെയാണ് പറയുന്നത്. അവിടെ ഉണ്ടെന്നറിയത്തില്ല, നോക്കാം. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്. പോളി വൈ. ഇവിടെ നമ്മൾ നിശബ്ദരായിരിക്കണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ലവരായിരുന്നു നന്മ ചെയ്യുവിൻ, ശ്രീനാരായണ ഗുരു ദേവൻ. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കേട്ടോ. ഇനി ഞാൻ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്നും വേണ്ട, നമുക്ക് സൈലൻ്റ് ആയിട്ട് സംസാരിക്കാം. എന്താണ് വേദാന്ത സൂത്രം, വേദാന്ത സൂത്രം. ഗുഹ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ആ ഗുഹ അങ്ങോട്ടാണ്. നമുക്ക് ആ ഗുഹയിലും കൂടി ഒന്ന് പോയി നോക്കാം. ഗുഹയിൽ പോയിട്ട് വരാം. ഏതൊക്കെയാണ് ഭയങ്കര ഇവിടെ നിന്ന് ഈ ഗുഹ വരുന്നതിൻ്റെ താഴോട്ടാണ്. അയ്യോ അടച്ചിട്ടിരിക്കുന്നല്ലോ. ഇതിൻ്റെ താഴെ അങ്ങ് പോകണം. താഴെ അവിടെ പോകുമ്പോഴാണ് ആ ഗുഹ വരുന്നത്. പക്ഷേ നമുക്ക് നോക്കാം. ഇവിടെ കിടക്കും. കാറിൽ വന്ന് ബൈക്കിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയും കൊണ്ട് വെച്ചിട്ട് അകത്ത് കയറായിരുന്നു. ഇനിയിപ്പോൾ അതാണ് അമ്പലം. ആ സൈഡിൽ വല്ല വഴിയുണ്ടോ നോക്കാം. അതെങ്കിലും തള്ളക്കിലിരുന്ന് കൊള്ളാം. ക്ഷേത്രങ്ങളുടെ കാര്യം ഇല്ല ഗൈസ്, നമ്മളപ്പുറത്ത് പോകണം എങ്കിലേ വല്ല നടക്കും. കൂട്ടിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു സുഖമില്ല. നമുക്ക് വേറൊരു ദിവസം ഗുഹയിൽ പോകാം ഗൈസ്. ഇതാണ് കേട്ടോ. ഈ പീഠത്തിൽ വെച്ചാണ് ഗുരു ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായി സംവാദിച്ചത്. ഓ അതാണിത്. പക്ഷെ എനിക്ക് ആ ഗുഹ കാണാൻ പറ്റിയില്ല ഗൈസ്. നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. നെയ്യാറ്റിൻ്റെ ഭാഗത്തുള്ളവരെ കണ്ടിട്ടുള്ളതായിരിക്കും. ബാക്കിയുള്ളവരോടി എൻ്റെ വീഡിയോ കാണാൻ പടം ഞാനും, എങ്കിലും എനിക്കിത് കാണാൻ പറ്റിയില്ല. അയ്യോ ഇത് പൊളിയല്ലേ ഗൈസ്, പറഞ്ഞേ പറ്റൂ ഗൈസ്. എത്ര ഗ്യാസായെന്നൊരു പിടിയില്ല ഗ്യാസ്. എനിക്കെന്താ ഇഷ്ടപ്പെട്ടത്. ഈ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ എന്ത് ആശ്വാസം എന്താണെന്ന് പറയാമോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഈ ലൈനൊക്കെ പോയിട്ട് ഇപ്പോൾ എത്ര 4 വർഷം അടുപ്പിച്ച്, 4 വർഷത്തിൽ കൂടുതലായി. അതിന് മുമ്പേ വന്നത് ഇങ്ങോട്ടൊക്കെ. ലൈനായിട്ടല്ല കേട്ടോ വന്നത്, ഞാൻ അത് തെറ്റിയിരിക്കണ്ട. ഫ്രണ്ട്സുമായിട്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം.
ഈ സ്ഥലമൊക്കെ വീണ്ടും കണ്ടപ്പം ഒരു ചെറിയ ഫീൽ. പിന്നെ അവളുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ലാസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നത്. അവളെ കൂടെയല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ. പക്ഷേ അവളുണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവളെക്കുറിച്ചായിരിക്കും കൂടുതൽ സംസാരമൊക്കെ. ഇവിടെ ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. കുഴപ്പമില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ലേ പിന്നെ എന്ത് ലൈഫ്. ആവപ്പാടെ 10-50 വർഷം ജീവിച്ച് റിലാക്സേഷൻ ഉണ്ട്. കോമഡി ആക്കണം, പക്ഷേ എനിക്ക് കോമഡി വശമില്ല, അഭിനയം വശമില്ല. ഇവൻ ലൈവിലൊക്കെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, നിനക്ക് വട്ടായാണ് ചേട്ടൻ. കാരണം ഞാൻ അങ്ങനത്തെ കോപ്രയാണ് കാണിക്കുന്നത്. കോപ്രയം കാണിക്കാൻ കാരണം ഇതാണ്, എൻ്റെ മനസ്സിൽ നിന്ന് ഇതൊക്കെ ഒന്ന് മായണം. എന്തായാലും പഴയ ഞാനായിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ഒന്നിൽ ആ പഴയതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പുതിയ ആളായിട്ട് വരണം. വേറെ എന്ത് വേണം ഗ്യാസ്. ഭ്രാന്താണെന്നൊക്കെ പലർക്കും തോന്നും. പക്ഷെ ഭ്രാന്താണെന്ന് പറഞ്ഞവരെ കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കും ഒരു ദിവസം. ഗ്യാസ് നമുക്ക് തിരിച്ചറിഞ്ഞല്ലേ, ആ വെള്ളച്ചാട്ടത്തിൽ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. വെള്ളച്ചാട്ടില്ല, അതിൻ്റെ സൗണ്ട് ആരുടെ സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റും. ഇതെന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളോട് ഓർമ്മയില്ല, മാത്രം നോക്കി പോയിക്കണം.